നെടുമങ്ങാട് പനവൂരിൽ 1.5 വയസ്സുകാരൻ അർഷിദ് മരിച്ച സംഭവത്തിൽ അമ്മ അഖില, രണ്ടാം ഭർത്താവ് അഷ്കർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെ പുറത്തുവരുന്നത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വിവരങ്ങളാണ്. നൃത്തവേദികളിലെ വെളിച്ചവും കാമുകനൊപ്പമുള്ള ജീവിതവും മാത്രം മോഹിച്ച ഒരു അമ്മയ്ക്ക് മുന്നിൽ ഈ മകൻ ഒരു ബാധ്യതയായി മാറിപ്പോവുകയായിരുന്നു. അമ്മ അഖില തമിഴ്നാട്ടിൽ നൃത്തപരിപാടിക്കായി പോയ സമയത്താണ് പനവൂരിലെ വാടക വീട്ടിൽ വെച്ച് രണ്ടാനച്ഛനായ അഷ്കർ കുഞ്ഞിനെ അടിച്ചു തീർത്തത്. വേണ്ടാത്ത കുഞ്ഞാണെന്ന ചിന്തയിൽ ഇരുവരും ചേർന്ന് നടത്തിയ ആസൂത്രിത ഗൂഢാലോചനയാണോ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. നെടുമങ്ങാട് നർത്തകിയായ അഖില നൃത്തപരിപാടികൾക്കായി പോകുമ്പോൾ മകൻ അർഷിദിനെ സ്വന്തം അമ്മയായ റീനയെ ഏൽപ്പിക്കുകയായിരുന്നു പതിവ്. എന്നാൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ റീനയ്ക്ക് ജോലിക്കിടയിൽ കുഞ്ഞിനെ കൃത്യമായി പരിപാലിക്കാൻ കഴിയുമായിരുന്നില്ല. ഇതേ ചൊല്ലി അമ്മയും മകളും തമ്മിൽ നിരന്തരം വഴക്കുകൾ പതിവായി. ഒടുവിൽ സഹികെട്ട് റീന തന്നെ മകൾക്കെതിരെ പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് ഇടപെടുകയും കുഞ്ഞിനെ നോക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം അമ്മയായ അഖിലയ്ക്കാണെന്ന് പറഞ്ഞ് കുട്ടിയെ അഖിലയുടെ കൈകളിൽ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ പോലീസ് ഇടപെടലിന് ശേഷമാണ് അഖിലയും രണ്ടാം ഭർത്താവ് അഷ്കറും ചേർന്ന് കുഞ്ഞിനെ നരകയാതനയിലേക്ക് തള്ളിവിട്ടത്. തൊണ്ടയിൽ ചോറ് കുടുങ്ങിയെന്ന് പറഞ്ഞാണ് രണ്ടാനച്ഛനായ അഷ്കർ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ആ പിഞ്ചു ജീവൻ പൊലിഞ്ഞിരുന്നു. ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. കുഞ്ഞിന്റെ ശരീരത്തിലാകെ പൊള്ളലേറ്റ പാടുകളും മുറിവുകളും നെഞ്ചിൽ ആഴത്തിലുള്ള ക്ഷതവുമുണ്ടായിരുന്നു. കൂടാതെ 2 കൈകളും ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട നിലയിലായിരുന്നു കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ ക്രൂരമായ മർദ്ദനമേറ്റാണ് മരണകാരണമെന്ന് വ്യക്തമായതോടെ പോലീസ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. 2 വർഷം മുൻപാണ് അഖിലയുടെ ആദ്യ ഭർത്താവായ അഖിൽ ആത്മഹത്യ ചെയ്യുന്നത്. ആ സമയത്ത് അഖില ഗർഭിണിയായിരുന്നു. ഭർത്താവിന്റെ മരണശേഷമുണ്ടായ കുഞ്ഞിനെ ഭർത്തൃവീട്ടിൽ കാണിക്കാൻ പോലും അഖില തയ്യാറായില്ല. നൃത്ത പരിപാടികൾക്കായി 3-4 ദിവസം അഖില മാറി നിൽക്കുമ്പോൾ തങ്ങളറിയുന്ന ഒരിടത്തും കുഞ്ഞിനെ നിർത്താതെ അവർ കുട്ടിയെ ഒളിപ്പിച്ചു മാറ്റുകയായിരുന്നുവെന്ന് അഖിലിന്റെ വീട്ടുകാർ പറയുന്നു. കുഞ്ഞ് പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്ന സൂചന ലഭിച്ചതോടെ അഖിലിന്റെ വീട്ടുകാർ കുട്ടിയെ തങ്ങൾക്ക് വിട്ടുകിട്ടാനായി പോലീസിനെ സമീപിച്ചിരുന്നു. തുടർന്ന് ഡാൻസ് ടീച്ചർ വഴി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ സമവായമുണ്ടാകുകയും വരും വ്യാഴാഴ്ച കുഞ്ഞിനെ അച്ഛന്റെ വീട്ടുകാർക്ക് കൈമാറാമെന്ന് അഖില സമ്മതിക്കുകയും ചെയ്തു. അകാലത്തിൽ പൊലിഞ്ഞ മകന്റെ ഏക അടയാളമായ കൊച്ചുമകനെ വരവേൽക്കാൻ എല്ലാ ഒരുക്കങ്ങളും നടത്തി അഖിലിന്റെ വീട്ടുകാർ കാത്തിരുന്നു. എന്നാൽ ചിരിക്കുന്ന പൊന്നോമനെ പ്രതീക്ഷിച്ചിരുന്ന ആ കുടുംബത്തിന് മുന്നിലേക്ക് ഒടുവിലെത്തിയത് അർഷിദിന്റെ മരണവാർത്തയായിരുന്നു. അവളെ വിശ്വസിച്ചാണ് ഞങ്ങൾ കഴിഞ്ഞത്. കുഞ്ഞിനെ തരാമെന്ന് ഉറപ്പു നൽകിയ വ്യാഴാഴ്ചയ്ക്ക് തൊട്ടു മുൻപാണ് അവൻ മരിച്ചത്. കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട വിവരമൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അവന്റെ ചിത്രങ്ങൾ ഫോണിലാണ് കണ്ടത്. ആ കുഞ്ഞിന്റെ നഖത്തിൽ മാത്രമേ ഇപ്പോൾ മുറിവില്ലാത്ത ഒരിടമുള്ളൂ. പരേതനായ അഖിലിന്റെ മാതാവ് കണ്ണീരോടെ പറയുന്നു.